വിഷ്വൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക് സ്പെക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും അത് ഫ്രെയിംസ് പെർ സെക്കൻഡ് അഥവാ FPS ആണെന്ന്. ഏറ്റവും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന 3 ഫ്രെയിം റേറ്റ്സ് ആണ് 24, 25 അതേപോലെ 30. പലരും റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഫിലിം വർക്ക് ഫ്ലോയിൽ 24ഉം പാൽ വീഡിയോ സ്റ്റാൻഡേർഡിൽ 25ഉം അതേപോലെ തന്നെ NTSCയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡും യൂസ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 24 FPS അതായത് ഫീച്ചർ ഫിലിം വർക്ക് ഫ്ലോയിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യാം. 1920കളിലാണ് ഫിലിംസിൽ സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിനു മുമ്പ് പല ഫ്രെയിം റേറ്റ്സിലാണ് ഫിലിം വർക്ക് ചെയ്തിരുന്നത്. സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഏത് ഫ്രെയിം റേറ്റിൽ വർക്ക് ചെയ്താലും അതിന് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു സ്മൂത്ത് മോഷൻ ഫീൽ ചെയ്യില്ല എന്ന കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൗണ്ട് കൂടിയുള്ളപ്പോൾ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനാൽ സൗണ്ടിന് ഒട്ടും പിച്ച് വേരിയേഷൻ ഇല്ലാത്ത ഏറ്റവും പ്രോപ്പർ പ്ലേബാക്ക് കിട്ടിയതും വിഷ്വലിന് സ്മൂത്ത് ആയിട്ടുള്ള മോഷൻ ഫീൽ ചെയ്തതും 24 FPSലാണ്. ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് 24 എന്ന നമ്പർ ഫിക്സ് ചെയ്തത്. അതിനുശേഷം ഡിജിറ്റൽ വർക്ക് ഫ്ലോയിലോട്ട് വരുമ്പോൾ ധാരാളം ഫ്രെയിം റേറ്റ്സ് അവൈലബിൾ ആണെങ്കിലും ഇപ്പോഴും ഫീച്ചർ ഫിലിമിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി എന്തുകൊണ്ടാണ് പാൽ വീഡിയോ സ്റ്റാൻഡേർഡിൽ 25 FPS യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ വീഡിയോ സ്റ്റാൻഡേർഡ്സും ബേസിക്കലി ഇലക്ട്രോണിക്സുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. പാൽ വീഡിയോ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന മിക്കവാറും സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ അതെല്ലാം പഴയ ബ്രിട്ടീഷ് കോളനികളായിട്ടുള്ള സ്ഥലങ്ങളാണ്. യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലും എല്ലാം ഫോളോ ചെയ്യുന്നത് പാൽ വീഡിയോ സ്റ്റാൻഡേർഡാണ്. ഇവിടെ എല്ലാം ഫോളോ ചെയ്യുന്ന കറണ്ട് ശ്രദ്ധിച്ചാൽ 50 ഹെർട്സ് അല്ലെങ്കിൽ 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് 50 ഹെർട്സ് കറണ്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. അതായത് 50 ഹെർട്സ് ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും സ്മൂത്തറായിട്ടുള്ള എസ്പെഷ്യലി പഴയ CRT ടെലിവിഷൻസിൽ ഏറ്റവും സ്മൂത്തറായിട്ടുള്ള വിഷ്വൽസ് കിട്ടുന്നതിന് 50 ഹെർട്സിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഉപയോഗിക്കുമ്പോഴാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് പാൽ വീഡിയോ സ്റ്റാൻഡേർഡിൽ 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഉപയോഗിക്കുന്നത്. NTSC വീഡിയോ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന നോർത്ത് അമേരിക്ക, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഫോളോ ചെയ്യുന്ന കറണ്ട് 60 ഹെർട്സ് അഥവാ 60 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഈ കാരണം കൊണ്ട് അവിടെ ഏറ്റവും സ്മൂത്ത് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ ഗ്രിഡ് അതേപോലെ തന്നെ ടെലിവിഷൻ്റെ റീഫ്രഷ് റേറ്റുമായിട്ട് കിട്ടുന്നത് 30 ഫ്രെയിംസിലാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഫിലിം സ്റ്റാൻഡേർഡിൽ 24ഉം പാലിൽ 25ഉം NTSCയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡും ഫോളോ ചെയ്യുന്നത്.